രാമട്ടൻ്റെ കംബാക്കാണ് അത് തിരിച്ചു പോകാൻ അല്ല കുഴപ്പമില്ല, കംബാക്ക് നന്നായിരുന്നു ആളുടെ. സൂപ്പർന്ന് പറഞ്ഞാൽ സൂപ്പർ, ഒന്നും പറയാനില്ല. അതിലൊരു സസ്പെൻസ് ഒന്നും അങ്ങനെ കിട്ടുക്കാച്ച സാധനം. പക്ഷേ സിനിമ പുറത്തേക്ക് വന്ന സമയത്ത് ഇപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജയറാമല്ല നായകൻ, മമ്മൂക്കയാണ് ഈ സിനിമയിലെ നായകൻ. മെഡിക്കൽ കോളേജായിട്ട് അത്യാവശ്യം അറിവുള്ള ഒരാളാണ്. അവിടെ ശരിക്കും നടക്കുന്ന സംഭവങ്ങളാണ്. ജയറാമൻ്റെ കരിയറിലെ ഏറ്റവും നല്ലൊരു വേഷം തന്നെയാണ് പടത്തിൽ കിട്ടിയേക്കണം. ഇമോഷണൽ ഡ്രാമയാണ്, ത്രില്ലറല്ല. ത്രില്ലറല്ല, ഡീസന്റ് ത്രില്ലർ തന്നെ. നല്ല രീതിയിൽ തന്നെ എല്ലാവരും പെർഫെക്റ്റ് കാസ്റ്റിംഗ് ആണ്. ഇല്ല, ലാഗൊന്നും എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തില്ല. കുഴപ്പമില്ല, കണ്ടിരിക്കാം, നല്ല പടാ. നമുക്ക് ത്രില്ലിംഗ് ആണോ അതോ സെക്കൻഡ് ഹാഫ് ആകുമ്പോൾ ത്രില്ലിംഗ്, ഫസ്റ്റ് ഹാഫ് കുറച്ച് ലേഗൊക്കെ ഉണ്ട്. എന്നാലും കുഴപ്പമില്ല, കണ്ടിരിക്കാം. നല്ല പടം, സൂപ്പറാണ്. ജയറാമട്ടൻ്റെ കംബാക്ക് കംബാക്ക് തന്നെ പറയാം. റിവ്യൂ കൊള്ളാട്ടോ, നല്ല പടം. സിനിമ കണ്ടേ സൂപ്പറായിട്ട് മമ്മൂട്ടി സൂപ്പറായിരുന്നു. മമ്മൂട്ടി പൊരിച്ചുണ്ട്. ജയറാമൻ്റെ കരിയറിലെ ഏറ്റവും നല്ലൊരു വേഷം തന്നെയാണ് പടത്തിൽ കിട്ടിയേക്കണം. പടം ലാഗായിട്ട് തോന്നുന്നു. ലാഗൊന്നുമില്ല പടം, നല്ല ത്രില്ലിംഗ് ആണ് പടം. കണ്ടിരിക്കാം, നല്ല ത്രില്ലിംഗ് ആണ് പടം. അടിപൊളി, രക്ഷയില്ല. സൂപ്പർ എന്ന് പറഞ്ഞാൽ സൂപ്പർ, ഒന്നും പറയാനില്ല. അതിലൊരു സസ്പെൻസ് ഒന്നും അങ്ങനെ കിട്ടുക്കാച്ച സാധനമാണ്. സിനിമ കണ്ടിട്ട് കുഴപ്പമില്ല. മെഡിക്കൽ സ്റ്റുഡൻസിൻ്റെ ഒരു സ്റ്റോറിയാണ്. അവരുടെ വിദ്യാഭ്യാസത്തിൽ അവർ സംഭവിച്ചിട്ടുള്ള വീക്ക്നെസ്, ആയത് റിവെഞ്ച്. അപ്പോൾ ഈ പടം നന്നായിട്ട് ഓടും. നല്ലൊരു ബാക്ക്ഗ്രൗണ്ട്, നല്ലൊരു ഇതുണ്ട്, തീമാണത്. ഓടട്ടെ. നല്ല അഭിനയം കാഴ്ചവെച്ചിട്ടുണ്ട് മമ്മൂട്ടി ആസ് വെൽ ആസ് ജയറാം. എന്താ പറയുക, പിടിച്ചിരുത്തേണ്ട പടം. പിടിച്ചെടുത്തും ജയറാമിൻ്റെ ഒരു കംബാക്ക് തന്നെയാണ്. ജയറാമോ തിരിച്ചുവരവ് തന്നെയാണ്. എന്താ പറയാ, സിനിമ കുഴപ്പമില്ല. നല്ല സിനിമ. നല്ല സിനിമ. ജയറാമട്ടൻ്റെ കംബാക്ക് ജയറാമേണ്ട കുഴപ്പമില്ല, ഒന്നും കുഴപ്പമില്ല. കമ്പേക്ക് എന്ന് പറയാം. ഡയറക്ഷനൊക്കെ സൂപ്പറായില്ല. എന്തോ മാനുവൽ തോമസിൻ്റെ ഡയറക്ഷൻ മേക്കിങ് സൂപ്പറായിട്ട്, അടിപൊളിയായിട്ട്. പിന്നെ മമ്മൂക്ക സൂപ്പറല്ലേ. പിന്നെന്താ അടിപൊളിയായിട്ട്. സ്ലോ ബേസാണ് പടം, എന്നാലും കുഴപ്പമില്ല, അടിപൊളിയായിട്ട്. കുഴപ്പമില്ല, കണ്ടിരിക്കാം. ജയറാമട്ടൻ്റെ ഒരു കംബാക്ക് തന്നെയല്ലേ. നമ്മൾ പിടിച്ചിരുത്തല്ലോ സംഭവം. ലാഗൊന്നുമില്ല, പക്ഷേ അത്ര ഗൂസ്മൻ മൂമെന്റ്സ് ഒന്നുമില്ല. ജസ്റ്റ് കണ്ടിരിക്കാം. മോശം പടം ഒന്നുമല്ല. ഇമോഷണൽ എന്നൊക്കെ പറഞ്ഞല്ലോ. ഇമോഷണൽ സീൻസ് ഒക്കെ ഉണ്ട്, അത്യാവശ്യം ഇമോഷണലൊക്കെയാണ്. എനിക്ക് അതെ ജസ്റ്റ് വാച്ചബിൾ മൂവി. ജസ്റ്റ് വാച്ച് മൂവിയാണ്. നമുക്ക് അതല്ല പിടിച്ചെടുത്താനുള്ള കണ്ടന്റ് അതിൻ്റെ ഒന്നും ഇല്ലേ? ഐ തിങ്ക് ഇല്ല, അങ്ങനെ പിടിച്ചെത്താനുള്ള കണ്ടൻസ് ഒന്നായിട്ട് എനിക്ക് തോന്നിയില്ല. ജസ്റ്റ് വാച്ചബിൾ ഫ്ലിക്കായിട്ട് തോന്നിയുള്ളൂ. അതെ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എനിക്ക് മ്യൂസിക് ഭയങ്കരമായിട്ട് ഭയങ്കര കണക്റ്റഡ് ആണ്. ഞാൻ മ്യൂസിക്കിന് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആളാണ്. ഞാൻ എഡിറ്റിംഗ് ആയാലും എല്ലാ സൈഡും അടിപൊളി തന്നെയാണ് പടം എനിക്ക് ഓക്കെയാണ്. ലാഗൊന്നുമില്ല, ഒരു ഫ്ലോയിൽ അങ്ങനെ കണ്ടുപോകാം. അടിപൊളി പടമാണ്. ഫാമിലി സംഭവം പിടിച്ചിരുത്തണുണ്ട്. ഇമോഷണൽ ഡ്രാമയാണ്, ത്രില്ലറല്ല. ത്രില്ലറല്ല, അതാണ്. ഇമോഷണൽ ഡ്രാമയായിട്ട് കാണുകയാണെങ്കിൽ എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടാനുള്ള ചാൻസ് ഉണ്ട്. ഒരു ത്രില്ലറായിട്ട് കാണരുത് എന്നാണ്. അത്രേ ഉള്ളൂ, അങ്ങനെയാണ്. പടം നല്ല രസമുള്ള പടമാണ്. ഇൻ്റർവെൽ വരെ ഭയങ്കര പക്ക അടിപൊളി പടമാണ്. ഇൻ്റർവെല്ലിന് ശേഷം ഒരു ആവറേജ് പടം അത്ര പറയാൻ പറ്റുള്ളൂ. ലാഗില്ല, പക്ഷേ വിചാരിച്ച ലെവലിൽ എത്തിയിട്ടില്ല പടം. ത്രില്ലിംഗ് എലമെന്റ്സ് ഉണ്ട്, പക്ഷെ എന്നാലും ഒന്നുകൂടി കൺവിൻസ് ആവുന്ന വിധത്തിൽ എടുക്കേണ്ടതായിരുന്നു. പടം നന്നായിട്ടുണ്ട്, മൊത്തത്തിൽ നന്നായിട്ടുണ്ട്. ഒരു ആവറേജ് ലെവലിൽ പടുള്ളൂ. ഒരു ഇൻവെസ്റ്റിഗേഷൻ മൂവിയാണ്. എല്ലാവരും അടിപൊളി ചെയ്തിട്ടുണ്ട്. ജയറാമിൻ്റെ ഒരു കംബാക്ക് എന്ന് തന്നെ പറയാം. അതെ, ഫസ്റ്റ് ഹാഫ് ഒക്കെ എൻഗേജിങ് ആണ്. കുഴപ്പമില്ല, ഡീസന്റ് ത്രില്ലർ തന്നെ. നല്ല രീതിയിൽ തന്നെ എല്ലാവരും പെർഫെക്റ്റ് കാസ്റ്റിംഗ് ആണ്. നല്ല കഥയാണ്, സ്ക്രിപ്റ്റാണ്. മാനുവൽ തോമസിൻ്റെ എന്നതും പോലും അടിപൊളി സ്ക്രിപ്റ്റാണ്. പിന്നെ ഫസ്റ്റ് ഹാഫാണ് നല്ല ത്രില്ലിങ്, സെക്കൻഡ് ഹാഫ് കഥയാണ് കുറച്ചും കൂടി ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പോണേ. പിന്നെ നമ്മളെ എക്സൈറ്റിപ്പിക്കുന്ന ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. നന്നായിട്ടുണ്ട്. നല്ല ഫസ്റ്റ് ഹാഫ് എന്ന് പറഞ്ഞാൽ ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ഇതിലൊക്കെ പോകുന്ന ഫസ്റ്റ് ഹാഫ്. സെക്കൻഡ് ഹാഫിലാണ് പിന്നെ അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ നല്ല ട്വിസ്റ്റും ടേണൊക്കെ ഉള്ള നല്ല സിനിമയാണ്. ജയറാമിൻ്റെ ഒരു തിരിച്ചുവരവായിരിക്കും എന്ന് തോന്നുന്നു. പിന്നെ മമ്മൂക്ക സെക്കൻഡ് ഹാഫിൽ അത്യാവശ്യം കുറച്ച് നേരമുണ്ട്. മമ്മൂക്കയുടെ ഇൻട്രോ ഒക്കെ ഗംഭീരമായിരുന്നു. നന്നായിട്ടുണ്ട്, നല്ല സിനിമയാണ്. അടിപൊളിയാണ്. നമ്മൾ ട്രെയിലർ കണ്ടിട്ട് എക്സ്പെക്ട് ചെയ്ത നമ്മുടെ എക്സ്പെക്റ്റേഷൻസ് മീറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എല്ലാവരും നന്നായിട്ടുണ്ട്. നമ്മൾ ജയറാമേട്ടൻ്റെ ഇത്രയും നാൾ കാണാത്ത ഒരു ക്യാരക്ടറായിട്ടാണ് എനിക്ക് തോന്നിയത്. കംബാക്ക്. അതെ. അതായത് അത് മാത്രമല്ല, നമുക്ക് ഇത്ര നാൾ കണ്ട ഒരു ക്യാരക്ടർ പോലെ അല്ല, വെറൈറ്റി ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ്. കുറച്ചൊക്കെ പോയിന്റ്സിൽ നമ്മളെ ഇമോഷണലി ഭയങ്കരമായിട്ട് ആക്കുന്നത്. ഇല്ല, ലാഗൊന്നും എനിക്കങ്ങനെ ഫീൽ ചെയ്തില്ല. നന്നായിരുന്നു. സൂപ്പർ സിനിമ. എൻ്റെ വീഡിയോ ഞാൻ ചെയ്യാൻ പോകാൻ നിൽക്കായിരുന്നു. സൂപ്പർ സിനിമ. നമ്മൾ വിചാരിച്ചേക്കണം അപ്പുറത്തേക്ക് വന്നിട്ടുണ്ട്. ഗംഭീരമായിട്ട് പടം, എന്തായാലും 100%. അതായത് ശരിക്കും പറഞ്ഞാലും ഈ പടത്തിൽ നമ്മൾ 7 ദിവസം അല്ലെങ്കിൽ 9 ദിവസമാണ് മമ്മൂക്ക ചെയ്തു എന്നാണ് നമ്മുടെ അറിവുണ്ടായിരുന്നത്. ഞാൻ ഉണ്ടായിരുന്ന സെറ്റിലുണ്ടായിരുന്നതാണ്. സീതാറാം മില്ലിൻ്റെ ഉള്ളിലായിരുന്നു പല സീനുകളും ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ സിനിമ പുറത്തേക്ക് വന്ന സമയത്ത് ഇപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജയറാമല്ല നായകൻ, മമ്മൂക്കയാണ് ഈ സിനിമയിലെ നായകൻ.
മമ്മൂക്കയുടെ കഥയാണ് ഈ സിനിമ. ഗംഭീരമായിട്ട് എല്ലാ കഥാപാത്രവും അതിഗംഭീരമായി ചെയ്തിട്ടുണ്ട്. ഗംഭീര സിനിമയാണ്. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്നതിൻ്റെ അപ്പുറത്ത് നിന്നുണ്ട് സിനിമ. അത് മിഥുൻ മാനുവലിൻ്റെ പടായ കാരണം നമുക്ക് എന്തായാലും ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. അതിൻ്റെ അപ്പുറത്തെ ലെവലിലേക്ക് വന്നു. എന്തായാലും മെഡിക്കൽ കോളേജായിട്ട് അത്യാവശ്യം അറിവുള്ള ഒരാളാണ്. അവിടെ ശരിക്കും നടക്കുന്ന സംഭവങ്ങളാണ് വളരെ കൃത്യമായിട്ട്, വളരെ ടച്ചിങ്. ശരിക്കും പറഞ്ഞാൽ മെഡിക്കൽ വിദ്യാർത്ഥികളാണ് ഈ സിനിമയുടെ നേടുന്നോളും. നന്നായിരിക്കുന്നു. പിന്നെ മമ്മൂക്കയുടെ റോളെന്ന് പറഞ്ഞാൽ 1.5 ശരിക്കും നായകനേക്കാളും ശരിക്കും പടത്തിൽ ഷൈൻ ചെയ്തത് മമ്മൂട്ടിയാണ്.